ഹലോ ഹായ് വെൽക്കം ബാക്ക്. 2 മാർക്കുകൾ അല്ലെങ്കിൽ 4 മാർക്കുകൾ നമ്മളോട് ഷുവർ ആയിട്ട് ചോദിക്കാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. പരദൂഷണം പറയുന്നതിന്റെ ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എവിടെയോ ഇങ്ങനെ നിൽക്കുകയായിരുന്നു, നമ്മുടെ അപ്പുറത്ത് രണ്ടുപേരും ഇന്നിങ്ങനെ ഗുണഗുണഗുണഗുണഗുണാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞത് നമ്മൾ കേട്ടു. ഈ കേട്ട കാര്യം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോയി പറഞ്ഞു. ഇതാണ് ശരിക്കും പറഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് അവിടെ 2 കാര്യങ്ങളുണ്ട്. ഒരു ഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്, ഒരു ഇൻഡയറക്റ്റ് സ്പീച്ചും ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ കേട്ട കാര്യമില്ലേ, രണ്ടുപേരിരുന്ന് ഗുണഗുണഗുണഗുണാന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കേട്ട കാര്യം നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് മാറ്റി പോയി പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ പോയി പറയുന്നതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. സിമ്പിളാണ്. സോ മിക്കവാറും കേസുകളിലേ ഡയറക്റ്റ് സ്പീച്ചിലായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് നമ്മളോട് ചോദിക്കുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആയിരിക്കും ഡയറക്റ്റ് സ്പീച്ചിൽ, ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടു നൈറ്റ് എന്നായിരിക്കും ചിലപ്പോൾ ഡയറക്റ്റ് സ്പീച്ചിൽ. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 തരം മാറ്റമുണ്ട്. ഒന്ന്, വേർഡ്സിന് കുറേ മാറ്റമുണ്ട്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ വേർഡ്സിന് കുറേ മാറ്റമുണ്ട്. ഷീ എവിടെന്നോ കയറി വന്നതാണ്, ആസ്ഡ് എവിടെന്നോ കയറി വന്നതാണ്, ഇഫ് എവിടെന്നോ കയറി വന്നതാണ്, ആർ എന്തായി മാറി, വാസ് ആയിട്ട് മാറി, ടു നൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ടുള്ളത് മാറി. അപ്പോൾ വേർഡ്സിന് കുറേ മാറ്റമുണ്ട്. 2, സ്ട്രക്ചറിനും മാറ്റമുണ്ട്. ആദ്യം നമുക്ക് വേർഡ്സിന്റെ മാറ്റങ്ങളെ കുറിച്ച് പഠിക്കാം. ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നോട്ട് അവൈലബിൾ ആവോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്, എന്തായാലും ഉപകാരപ്പെടും. ഐ എന്നുള്ളത് ഹീ ഷീ ആയിട്ട് മാറും, യു ഹീ ഷീ ആയിട്ട് മാറും, യോർ ഹിസർ ആയിട്ട് മാറും, വി ദേ ആവും, ആർ എന്നുള്ളത് ദേർ ആവും, മൈ എന്നുള്ളത് ഹിസർ ആയിട്ട് മാറും. അങ്ങനെ ഒരു ലോങ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആം, ഈസ്, വാസ് ആവും, ആർ, വേർ ആവും, ഡു, ഡസ്, ഡിഡ് ആവും. അങ്ങനെയും ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, V1 ആ ഒരു ഡയറക്റ്റ് സ്പീച്ച് പോകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ V2 മാറ്റി എഴുതേണ്ടതായിട്ട് വരും. എക്സെപ്ഷൻസ് ഉണ്ട്, എക്സാമ്പിളോട് കൂടെ തന്നെ നമുക്ക് പഠിക്കാം. ഇങ്ങനെ നിങ്ങൾ കാണാപാഠം പഠിക്കൊന്നും വേണ്ട. V2 അത് ഉള്ളതെന്നുണ്ടെങ്കിൽ, ഡയറക്റ്റ് സ്പീച്ചിൽ കൊടുത്തിരിക്കുന്ന വെർബ് V2 അതിനെ നമ്മൾ ഹാഡ് പ്ലസ് V3 മാറ്റി എഴുതേണ്ടതായിട്ട് വരുന്നു. നമുക്ക് ആകെ ഒരു 3 ടൈപ്പേ പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ ടൈപ്പിലാണ് 2 വരുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യമാണ് നമുക്ക് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നതെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം. നമുക്കറിയാം ക്വസ്റ്റ്യൻ തന്നെ 2 ടൈപ്പ് ഉണ്ട്, WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. ആദ്യം നമുക്കില്ലേ WH ക്വസ്റ്റ്യൻസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാം എന്നുള്ളത് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ജെയിൻ ചോദിക്കുക, വെൻ വിൽ യു ഫിനിഷ് റൈറ്റിംഗ് യുവർ ബുക്ക്. നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെൻ വിൽ യു ഫിനിഷ് റൈറ്റിംഗ് യുവർ ബുക്ക്. ഇതൊരു WH ക്വസ്റ്റ്യൻ. എങ്ങനെ മനസ്സിലായി? ഇത് W വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. ഇതിന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോർമാറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ആദ്യം ഇതിന്റെ സ്പീക്കറിനെ താഴത്തേക്ക് എടുത്ത് എഴുതുക. ജെയിൻ ആണ് ഇതിന്റെ സ്പീക്കർ, സോ ജെയിൻ. റിപ്പോർട്ടിംഗ് വെർബ്, ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ, അത് WH ക്വസ്റ്റ്യൻ ആണെങ്കിലും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിലും റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. സോ ജെയിൻ ആസ്ക്ഡ്. ജെയിൻ എന്താ ചോദിച്ചത്? ജെയിൻ ആസ്ക്ഡ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആണ് വേണ്ടത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്. ജെയിൻ ആസ്ക്ഡ് വെൻ. ഇനി ബാക്കി വരുന്ന വിൽ യു ഫിനിഷ് റൈറ്റിംഗ് യുവർ ബുക്ക് എന്ന് പറയുന്നതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട സെന്റൻസ്. കൺവേർട്ട് ചെയ്യേണ്ട സമയത്ത് ഇവിടെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ആ ഗോൾഡൻ റൂൾ ഇതാണ്, സബ്ജക്റ്റിനെ നമ്മൾ ആദ്യം കൊടുക്കണം. സബ്ജക്റ്റ് ഫസ്റ്റ്. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? യു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഓക്കെ, ഈ യു എന്നുള്ളത് നമ്മുടെ ലിസ്റ്റ് പ്രകാരം, ലിസ്റ്റ് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ, ലിസ്റ്റ് പ്രകാരം ഹീ ആയിട്ട് മാറും. ഹീ ആയിട്ട് മാറാൻ കാരണം സ്റ്റീഫൻ ഹോക്കിങ്ങിനോടാണ് ഇത് ചോദിക്കുന്നത്. അപ്പം ഇതിനെ എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം? വെൻ ഹീ വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഹീ വുഡ് ഫിനിഷ്. ഒന്നും മാറ്റം വരുത്താൻ നിൽക്കണ്ട, കാരണം വുഡ് കഴിഞ്ഞാൽ V1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഫിനിഷ് റൈറ്റിംഗ്. യോർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹിസ് ബുക്ക് എന്നുള്ളതായിട്ട് മാറും. ഇതൊന്നും ഞാൻ വായി തോന്നി പറയല്ല കേട്ടോ, ലിസ്റ്റ് ഞാൻ അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഗുപ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, വെൻ വിൽ യുവർ ബ്രദർ കം ബാക്ക്. ഇവിടുത്തെ സ്പീക്കർ ആരാ? ഗുപ്തയാണ്. ഗുപ്ത. ആസ്ക്ഡ് എന്നുള്ളതാണ് ഇവിടത്തെയും റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. വെൻ ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ്. വെൻ.
ഇനി വിൽ യുവർ ബ്രദർ കം ബാക്ക് എന്നുള്ളടുത്ത് യോർ ബ്രദർ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പൊ ആദ്യം അതിനങ്ങടുത്ത് എഴുതുക. സോ വെൻ ഹെർ ബ്രദർ വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. വുഡ് കം ബാക്ക് എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി ബോയ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഹൗ ഡിഡ് യു ബിക്കം എ സക്സസ്ഫുൾ സയന്റിസ്റ്റ് എന്നുള്ളത് ചോദിച്ചിരിക്കുകയാണ്. ദ ബോയ് ആസ്ക്ഡ് ഹൗ ഹി ഹാഡ് ബിക്കം എ സക്സസ്ഫുൾ സയന്റിസ്റ്റ് എന്നുള്ളതായിട്ട് മാറും അതിന്റെ ഇൻഡയറക്റ്റ് സ്പീച്ച്. കാരണം ബോയ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പീക്കർ. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആസ്ക്ഡ് എന്നുള്ളതിനാണ്. ഹൗ ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്. ഇനി കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് യു ആണ് ഇവിടെ ഹി ആയിട്ട് മാറിയത്. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബിക്കം എന്നുള്ളത് ഹാഡ് ബിക്കം എന്നുള്ളതാണ് ആയിട്ട് മാറിയത്. കാരണം ഇവിടെ ബിക്കം എന്നുള്ളത് ഓൾറെഡി എന്തിലാണുള്ളത്? സോറി, ഇവിടെ ഓൾറെഡി ഡിഡ് എന്ന് പറയുന്നത് എന്താ? V2-ലാണുള്ളത്. സോ ഓൾറെഡി V2-ലാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3-ലേക്ക് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിഡ് മാറിയിട്ട് ഡിഡ് ബിക്കം എന്നുള്ളത് എന്തായിട്ട് മാറിയത്? ഹാഡ് ബിക്കം എന്നുള്ളതായിട്ട് മാറിയത്. കാരണം ഇവിടെ ഹാഡ് പ്ലസ് V3-ലേക്ക് അത് മാറി സക്സസ്ഫുൾ സയന്റിസ്റ്റ് എന്നുള്ളതായിട്ട് മാറി. ഇനി ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ക്വസ്റ്റ്യൻസിൽ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓക്സിലറി വേർബ് വെച്ചിട്ടായിരിക്കും. ഇവിടെ മായ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ? ഈ ഒരു ചോദ്യം, ഇതും ഒരു ചോദ്യം തന്നെയാണ് അല്ലേ? ഇത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ടല്ലാന്നേ ഉള്ളൂ, പക്ഷെ ഇതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും സമാനമായ രീതികളിൽ തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യം നമുക്ക് സ്പീക്കറിനെ വേണം. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. കാരണം ഇവിടെ റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്ന് തന്നെയുള്ളതിനാണ്. അവിടെ മാറ്റമൊന്നുമില്ല. സോറി, ലിങ്കിങ് വേർഡിലാണ് ഇവിടെ മാറ്റം വരുന്നത്. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ഇവിടെ വാട്ട് എന്നോ വിച്ച് എന്നോ ഹൗ എന്നോ പറയുന്ന ഒന്നും ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ഓപ്ഷനാണ് ലിങ്കിങ് വേർഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ നമുക്ക് ഇഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. 2 യൂസ് ചെയ്താലും ശരി തന്നെയാണ്. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഭാഗം നമുക്ക് കൺവേർട്ട് ചെയ്യാനേ ഉള്ളൂ. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഗോൾഡൻ റൂൾ അപ്ലൈ ചെയ്യുക. അതായത് സബ്ജക്റ്റിനെ ആദ്യം കൊണ്ടുവരിക. ഇവിടെ മായ ചോദിക്കുന്നു, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ? എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ആദ്യം സ്പീക്കറിനെ താഴത്തേക്ക് എഴുതുക. മായ ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്, ആസ്ക്ഡ്. ഇനി ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ഇഫോ വെദറോ യൂസ് ചെയ്യാം. ഇഫ് യൂസ് ചെയ്യുന്നു ഞാനിവിടെ. മായ ആസ്ക്ഡ് ഇഫ് രാം. ഇവിടെ യു എന്നുള്ളതാണ് സബ്ജക്റ്റ്. യു എന്ന് പറയുന്നത് ആര് തന്നെയാണ്? രാമനെയാണ്. മായ ആസ്ക്ഡ് ഇഫ് രാം. ആർ എന്നുള്ളത് എന്തായിട്ട് മാറും എന്നറിയോ? വാസ് ആയിട്ട് മാറും. ഓക്കെ, വാസ് ആയിട്ട് മാറും. കാരണം എന്താ? രാം എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ടാണ് കേട്ടോ വാസ് ആയത്. രാം വാസ് ഷുവർ about coming ടുമോറോ എന്നുള്ളത് എന്തായിട്ട് മാറും? ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, എവിടെയെങ്കിലും ഇല്ലേ ഏതെങ്കിലും വാക്കുകൾ എനിക്ക് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ചിലപ്പോൾ ഞാൻ ഇങ്ങനെ സ്പീഡിൽ വായിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടാവാം. ഇവിടെ ഒന്നും ഞാൻ വിട്ടുപോയിട്ട് വെൻ വിൽ യുവർ ബ്രദർ വുഡ് കം ബാക്ക് ഒക്കെ കറക്റ്റാ. വെൻ ഷി വുഡ്. ഓക്കെ, ഇതുവരെ ഞാനൊന്നും തെറ്റിച്ചിട്ടില്ല. അറിയാതെ എന്തെങ്കിലും തെറ്റിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ഗ്രറ്റ ആൻഡ് എ ഫാദർ ചേഞ്ചിങ് ഇറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫാദർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഡു യു വാണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ എന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. കാരണം ഇതൊരു ഓക്സിലറി വേർബ് വെച്ചിട്ടാണ്. യെസ് ആണ് അതിൻ്റെ ഉത്തരം. എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഫാദർ ആണ് നമ്മുടെ സ്പീക്കർ. സോ ഫാദർ ആസ്ക്ഡ്. ആരോടാ ചോദിച്ചിരിക്കുന്നത്? ഗ്രറ്റനോടാ ചോദിച്ചിരിക്കുന്നത്. ഫാദർ ആസ്ക്ഡ് ഗ്രറ്റ ഇഫ് ആണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ഇഫ് യു ആണ് നമ്മുടെ സബ്ജക്റ്റ്. യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഇഫ് ഷീ. ഡിഡ് എന്തായിട്ട് മാറും? ഡു എന്നുള്ളത് ഡിഡ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഡിഡും വാണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം? ഇഫ് ഷീ വാണ്ടഡ് എന്നുള്ളതായിട്ട് എഴുതാം. കാരണം ഡിഡ് പ്ലസ് വാണ്ട് എന്ന് പറയുന്നത് എന്താ? ഡിഡ് പ്ലസ് വാണ്ട് എന്ന് വെച്ചാൽ വാണ്ടഡ് എന്നുള്ളതാണ്. ഇഫ് ഷീ വാണ്ടഡ് സംതിങ് ഓഫ് യുവർ ഓൺ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹെർ ഓൺ എന്നുള്ളതായിട്ട് മാറും. ഇനി ഗ്രറ്റ അതിന്റെ റിപ്ലൈ പറയുന്നത് യെസ് ഐ വോണ്ട് പീച്ചസ് പിയേഴ്സ് ആൻഡ് ആർട്ടിചോക്സ് എന്നാണ്. അത് നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. ഗ്രറ്റ റിപ്ലൈഡ് ദാറ്റ് ഷീ വാണ്ടഡ്. ഈ യെസ്സിനെ നമുക്ക് തൽക്കാലം ഇഗ്നോർ ചെയ്യാം. അതിന് പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് യെസ് ഓ നോ ഒഴിവാക്കാം കേട്ടോ. That she wanted peaches, pears and artichokes. ഓക്കെ, ഫാദർ വേറെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഡു യു വാണ്ട് ദം ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ ദ കിച്ചൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫാദർ ആണ് ഇവിടെ വീണ്ടും നമ്മുടെ സ്പീക്കർ.
ആസ്ക്ഡ് എന്നുള്ളത് തന്നെയാണ് എന്ത് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇഫ് തന്നെ യൂസ് ചെയ്യാം. ഫാദർ ആസ്ക്ഡ് ഇഫ്, യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഇഫ് ഷീ ഡിഡ്, ഡു എന്നുള്ളത് ഡിഡ് ആവും. ഡിഡും വാണ്ടും കൂടെ ചേർന്നിട്ട് എന്തായിട്ട് മാറും? വാണ്ടഡ് എന്നാവും. ഷീ വാണ്ടഡ് ദം, ഷീ വാണ്ടഡ് ദം ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ ദ കിച്ചൺ. നിങ്ങൾ ശ്രദ്ധിച്ചോ, 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമായിട്ടാണ് ഈ ഗ്രറ്റയുടെ റിപ്ലൈ പറയുന്നത്. ഇതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. ടൈപ്പ് നമ്പർ 3 ഒരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം വെറുതെ പറയുന്നതിനാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഈ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, അല്ലെങ്കിൽ ഒരു റാൻഡം അപ്പു ഈസ് എ ഗുഡ് ബോയ് എന്ന് പറയുന്നത് എന്താ? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഈ നേരത്തെ പറഞ്ഞ യെസ് ഓർ നോ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യനോ അതിനൊരു റിപ്ലൈ കൊടുക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. ഇവിടെ ടൈപ്പ് നമ്പർ 2 എന്നാണ്, ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ യങ് സീകൾ പറയാണ് ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഇവിടെയും നമുക്ക് സ്പീക്കറിനെയാണ് ആദ്യം ആവശ്യമുള്ളത്. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ഇതൊരു റിപ്ലൈ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിപ്ലൈഡ് എന്ന് പറയാം റിപ്പോർട്ടിംഗ് വേർബായിട്ട്. ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ദാറ്റ്. ബാക്കി വരുന്ന ഭാഗത്തിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഈ യങ് സീകൾ ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്ന് പറയുന്നതിന് എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഇവിടുത്തെ സ്പീക്കർ ആരാ? യങ് സീകളാണ്. യങ് സീകൾ റിപ്പോർട്ടിംഗ് വേർബായിട്ട് നമുക്ക് സെഡ് എന്ന് പറയാം, കാരണം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. യങ് സീകൾ സെഡ് ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ദാറ്റ് യൂസ് ചെയ്യാം. യങ് സീകൾ സെഡ് ദാറ്റ്. ഇനി ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ എന്നുള്ളതാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി. ഡോൺ എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡന്റ് എന്നുള്ളതായിട്ട് മാറും. ഡിഡന്റ് തിങ്ക്, ഹി ഡിഡന്റ് തിങ്ക്. ഐ വീണ്ടും ഹി ആയിട്ട് മാറും. ഹി. ക്യാൻ എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. ഹി കുഡ് ഫ്ലൈ എന്നുള്ളതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൈപ്പ് നമ്പർ 3. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. റിപ്പോർട്ട് ദ കോൺവെർസേഷൻ. Maggie, Gupta said, I will use this shilling to buy flowers and put them on your brother's grave. ഈ സെഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് നമുക്കിത് എങ്ങനെ എഴുതാം? നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഗുപ്തയാണ്. സോ ഗുപ്ത ഇവിടെ സെഡ്, മാഗിയോട് പറഞ്ഞു എന്നല്ലേ, ഒരാളോട് പറയുമ്പോൾ നമുക്ക് ടോൾഡ് ആണ് ഏറ്റവും നല്ലത്. ഗുപ്ത ടോൾഡ് മാഗി. ഇനി നമുക്ക് വേണ്ടത് എന്താ? ലിങ്കിങ് വേർഡാണ്. ലിങ്കിങ് വേർഡായിട്ട് നമുക്ക് ദാറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഗുപ്ത ടോൾഡ് മാഗി ദാറ്റ്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി. വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ഹി വുഡ് യൂസ് ദിസ് എന്നുള്ളത് ദാറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഷില്ലിങ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് put them on your brothers ആണോ? on her brother's grave. ഓക്കെ, ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ വരുന്ന ഡയറക്റ്റ് സ്പീച്ചിൽ നിന്നും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനുള്ള 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ഇതിന് കഷ്ടിച്ചൊരു 1.5 മിനിറ്റ് ഒക്കെ എടുക്കുള്ളൂ ഇത് മൊത്തം എഴുതുക, അല്ലെങ്കിൽ 1 മിനിറ്റേ എടുക്കുള്ളൂ ഇതിൻ്റെ ഒരു 2-3 മാർക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഇത് നമുക്ക് ആ ഒരു സമയം കൊണ്ട് എഴുതി തീർക്കണമെന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം. അതുകൊണ്ട് ഇന്നത്തെ ഗ്രാമർ ലൈവ് നിങ്ങൾ മുടങ്ങാതെ കാണുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. ആ ഒരു ലൈവിൽ നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ചിനെ കുറിച്ചുള്ള ഒരു തരത്തിലും നിങ്ങളെ പേടിപ്പിക്കാനോ ആവലാതിപ്പെടാനോ നിങ്ങൾക്ക് പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. റിപ്പോർട്ടർ സ്പീച്ച് അവിടെ തീരും. അതുപോലെ തന്നെ എല്ലാ ഗ്രാമർ സംശയങ്ങളും അവിടെ തീരും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ 3 ടൈപ്പും അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.